ഹായ്, നമ്മൾ LDC 2024 ബേസ് ചെയ്തിട്ട് ഒരു 40 ഡേയ്സ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ചലഞ്ചിന്റെ ഭാഗമായിട്ടുള്ള IT-യുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത്. ഇതിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഈ വീഡിയോ കാണുമ്പം ആ ക്വസ്റ്റ്യൻസ് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുക, അത് നിങ്ങൾക്ക് ആൻസർ അറിയാവുന്നതാണെങ്കിൽ അത് ടിക്ക് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. അപ്പം സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഒരു കമ്പ്യൂട്ടർ ഇന്റർനെറ്റിലെ മറ്റ് കമ്പ്യൂട്ടറുകളുമായി ആശയവിനിമയം നടത്തുന്നത് ഡാഷ് ഉപയോഗിച്ചാണ്. അതായത് ഒരു കമ്പ്യൂട്ടർ ഇന്റർനെറ്റിലെ മറ്റ് കമ്പ്യൂട്ടറുകളുമായിട്ട് ആശയവിനിമയം നടത്തുന്നത് ഏത് പ്രോട്ടോകോൾ വെച്ചിട്ടാണെന്നുള്ളത് ക്വസ്റ്റ്യൻ. ഏത് പ്രോട്ടോകോൾ വെച്ചിട്ടാണ്? TCP/IP പ്രോട്ടോകോൾ വെച്ചിട്ടാണ് ഒരു കമ്പ്യൂട്ടർ ഇന്റർനെറ്റിലെ മറ്റ് കമ്പ്യൂട്ടറുകളുമായിട്ട് ആശയവിനിമയം നടത്തുന്നത്. TCP/IP പ്രോട്ടോകോൾ ആണ്. മറ്റേതാണ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആണ്. HTTPS ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ ആണ്. പിന്നെ ഉള്ളത് വെബ് ബ്രൗസർ ആണ്. അപ്പോൾ നമ്മൾ TCP/IP എന്ന് പറയുമ്പോഴത്തെ TCP/IP വെച്ചിട്ടാണ് ഒരു കമ്പ്യൂട്ടർ അതിലെ മറ്റ് കമ്പ്യൂട്ടറുകളുമായിട്ട് ആശയവിനിമയം നടത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇലക്ട്രോണിക് രേഖകളുടെ നിയമപരമായ അംഗീകാരം 2000 IT ആക്ടിന്റെ ഏത് വിഭാഗമാണ് കൈകാര്യം ചെയ്യുന്നത്? നമുക്കറിയാം IT ആക്ട് 2000 IT ആക്ട് ഉണ്ട് അല്ലെ? ആ IT ആക്ടിൽ പല പല സെക്ഷൻസ് ഉണ്ട്. അപ്പം ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് റെക്കോർഡ്സിന്റെ ലീഗലൈസേഷൻ ഏത് സെക്ഷനിലാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം സെക്ഷൻ 4 ആണ് ഇലക്ട്രോണിക് റെക്കോർഡ്സിന്റെ ലീഗലൈസേഷൻ എന്ന് പറയുന്നത്. സെക്ഷൻ 4 ആണ് ഇലക്ട്രോണിക് റെക്കോർഡ്സിന്റെ ലീഗലൈസേഷൻ. അപ്പം ഇലക്ട്രോണിക് റെക്കോർഡ്സിന്റെ ലീഗലൈസേഷൻ സെക്ഷൻ 4 ആണെങ്കിൽ ഇലക്ട്രോണിക് റെക്കോർഡ്സിനെ പറ്റി പറയുന്ന ഒരു സെക്ഷൻ കാണുമല്ലോ, അത് സെക്ഷൻ 3 ആണ്. സെക്ഷൻ 3 ആണ് ഇലക്ട്രോണിക് റെക്കോർഡ്സിനെ പറ്റി പറയുന്നത്. ഇലക്ട്രോണിക് റെക്കോർഡ്സിന്റെ ലീഗലൈസേഷൻ പറയുന്നത് 4-ലാണെങ്കിൽ ഇലക്ട്രോണിക് റെക്കോർഡ്സിനെ പറ്റി പറയുന്നത് സെക്ഷൻ 3-ലാണ്. ഇനിയും 3-യുടെ A എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്, 3A. ഈ 3Aയിൽ പറയുന്നത് ഡിജിറ്റൽ സിഗ്നേച്ചറിനെ പറ്റിയാണ്. 3A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ സിഗ്നേച്ചറിനെ പറ്റിയാണ്. ഈ ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ ഓതറൈസേഷനെ പറ്റി പറയുന്നത് സെക്ഷൻ 5-ലാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ചേ, സെക്ഷൻ 3-ലാണ് ഇതിനെ പറ്റി പറയുന്നത്, ഇലക്ട്രോണിക് റെക്കോർഡ്സിനെ പറ്റി പറയുന്നത്. ആ ഇലക്ട്രോണിക് റെക്കോർഡ്സിന്റെ ലീഗലൈസേഷനെ പറ്റി പറയുന്നതാണ് 4-ൽ. ഓക്കെ. ഇനിയും സെക്ഷൻ 3-യുടെ A-യിലാണ് ഡിജിറ്റൽ സിഗ്നേച്ചറിനെ പറ്റി പറയുന്നത്. ആ ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ ഓതറൈസേഷനെ പറ്റി പറയുന്നതാണ് സെക്ഷൻ 5-ൽ. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നോക്കിയേ, സൈബർ സുരക്ഷ, സൈബർ സെക്യൂരിറ്റിയെ പറ്റിയും അല്ലെങ്കിൽ ഓൺലൈൻ സുരക്ഷയെയും പറ്റിയും വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവർക്ക് അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ISR ഇൻഫർമേഷൻ സെക്യൂരിറ്റി റിസർച്ച് അസോസിയേഷൻ കേരള പോലീസുമായിട്ട് ചേർന്ന് നടത്തിയ ഒരു സംരംഭമുണ്ട്. അതിന്റെ പേരാ ചോദിക്കുന്നത്. അപ്പം സൈബർ സെക്യൂരിറ്റിയെ പറ്റിയും ഓൺലൈൻ സുരക്ഷയെ പറ്റിയൊക്കെ എല്ലാവരെയും ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ISRയും കേരള പോലീസും കൂടെ സംഘടിതമായിട്ട് കൊണ്ടുവന്ന ഒരു സംരംഭമുണ്ട്. ആ സംരംഭത്തിന്റെ പേരാ ചോദിക്കുന്നത്. ഏതാ ആ സംരംഭം? കിഡ് ഗ്ലൗ ആണ് ആ സംരംഭം കേട്ടോ. കിഡ് ഗ്ലൗ ആണ് ആ സംരംഭം. ഓക്കെ ആണല്ലോ? ഇനി 2000-ലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിന്റെ 66A വകുപ്പ് ഭരണഘടനാ ബിരുദമാണെന്ന് പറഞ്ഞിട്ട് അത് വെട്ടിക്കുറച്ച്. ഇപ്പൊ 66A എന്ന് പറഞ്ഞൊരു വകുപ്പില്ല. അത് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് ഹർജിയിലാണെന്ന് ചോദിക്കുന്നത്. അതായത് നമ്മൾ IT ആക്ടിലെ 66A എന്ന് പറയുന്ന ആ സെക്ഷൻ ഭരണഘടനാ ബിരുദമാണെന്ന് പറഞ്ഞു. അതിനെ ഇപ്പം അത് കളഞ്ഞേക്കോ, അതിപ്പോ ഇല്ല. അപ്പം അത് ഏത് സുപ്രീം കോടതി ഹർജിയിലാണ് അത് പ്രഖ്യാപിച്ചെന്നുള്ളതാണ് ചോദ്യം. ശ്രേയാ സിംഗാളും യൂണിയൻ ഓഫ് ഇന്ത്യയുമാണ് പറയുന്നത്. ശ്രേയാ സിംഗാളും യൂണിയൻ ഓഫ് ഇന്ത്യയും എന്നുള്ള ഹർജിയിലാണ് സുപ്രീം കോടതി അത് വേണ്ടാന്ന് പ്രഖ്യാപിച്ചത് കേട്ടോ. വെട്ടിക്കുറച്ചതായിട്ട് പ്രഖ്യാപിച്ചത് ശ്രേയാ സിംഗാളും യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഹർജിയിലാണ്. ഇനി നോക്കിയേ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? കുറച്ച് ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്, പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കിയേ, ഹബ്ബ് ഒരു മൾട്ടി പോർട്ട് റിപ്പീറ്റർ ആണോ? ഹബ്ബ് ഒരു മൾട്ടി പോർട്ട് റിപ്പീറ്റർ ആണോ? അതെ, ഹബ്ബ് ഒരു മൾട്ടി പോർട്ട് റിപ്പീറ്റർ ആണ്. നോക്കിയേ, ഹബ്ബ് ഒരു മൾട്ടി പോർട്ട് റിപ്പീറ്റർ ആണ്. അത് ശരിയാണ്. ഇനി റൂട്ടറുകൾ ബ്രിഡ്ജുകളെക്കാൾ ചിലവേറിയതാണ്. അതെ, ബ്രിഡ്ജിനേക്കാളും വില കൂടിയതാണ് ഇത് റൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നോക്കിയേ, ഗേറ്റ് വേകൾ ഡേറ്റ ലിങ്ക് ലെയറിൽ മാത്രമാണ് പ്രവർത്തിപ്പിക്കുന്നത്. അത് തെറ്റാ. കാരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പ വഴിയുണ്ട്. ഈ ഓർഡർ കറക്റ്റ് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് നമുക്ക് എന്തെടുക്കാൻ പറ്റും, ടാക്കിൾ ചെയ്യാൻ പറ്റും. ഓക്കെ, നോക്കാമേ. ഫസ്റ്റിൽ ഏതാ ഉള്ളത്? ഫസ്റ്റിലുള്ളത് ഹബ്ബാന്ന് ആലോചിക്കുക. പിന്നെ ഉള്ളത് സ്വിച്ച്. ഫസ്റ്റിൽ ഹബ്ബ്, പിന്നെ ഉള്ളത് സ്വിച്ച്, പിന്നെ ഉള്ളത് ബ്രിഡ്ജ്,
പിന്നെ ഉള്ളത് റൂട്ടർ, പിന്നെ ഉള്ളത് ഗേറ്റ്വേ. അപ്പൊ ഇതാണ് അതിന്റെ പഠിച്ചു വെക്കേണ്ട ഓർഡർ. ഫസ്റ്റില് ഹബ്ബ്, സ്വിച്ച്, ബ്രിഡ്ജ്, റൂട്ടർ, ഗേറ്റ്വേ. ഈ ഓർഡർ നമുക്ക് അറിയാം എന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഹബ്ബ് എന്ന് പറഞ്ഞാൽ എന്താ, പല കമ്പ്യൂട്ടറും ഒരുമിച്ച് കണക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഹബ്ബാന്ന് ഓർക്കുക. ഹബ്ബ്, സ്വിച്ച്, ബ്രിഡ്ജ്, റൂട്ടർ, ഗേറ്റ്വേ. ഓക്കെ, ഇനി നമ്മൾ അതിനകത്തുള്ള ലെയേഴ്സിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, നോക്കാം. അപ്പം ബേസിക്കലി നമുക്ക് 3 ലെയറാണ് പഠിക്കാനുള്ളത്. ആ 3 ലെയർ അറിഞ്ഞിരിക്കുക. ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്ത് വരുന്നത് ആ 3 ലെയറിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഫസ്റ്റിലുള്ള ലെയർ ആണ് ഫിസിക്കൽ ലെയർ. ഓക്കെ, ഞാൻ ഫിസിക്കൽ ലെയറിനെ PL എന്ന് എഴുതുവാണേ. ഫിസിക്കൽ ലെയർ. രണ്ടാമത്തെ പറയുന്നത് ഡേറ്റാ ലിങ്ക് ലെയർ. അതിന് നമുക്ക് DL എന്ന് എഴുതാം. ഡേറ്റാ ലിങ്ക് ലെയർ. ഏറ്റവും മുകളിലുള്ളത് നെറ്റ്വർക്ക് ലെയർ. അത് ഞാൻ NW എന്ന് എഴുതുവാണ്. NW. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഹബ്ബ്, സ്വിച്ച്, ബ്രിഡ്ജ്, റൂട്ടർ, ഗേറ്റ്വേ, ഇത് ഏതൊക്കെ ലെയറിലാണെന്ന് പറയാം. ഇത് ഓർത്തിരിക്കാൻ വളരെ സിമ്പിൾ ആണ്. ഇപ്പം ആദ്യം അറിയുന്നത് ഫിസിക്കൽ ലെയർ, രണ്ടാമത്തേത് ഡേറ്റാ ലിങ്ക് ലെയർ, മൂന്നാമത്തേത് നെറ്റ്വർക്ക് ലെയർ. ഇനിയും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന നെറ്റ്വർക്ക് ഡിവൈസസ് ഏതൊക്കെ ലെയറിൽ വരും എന്നാ പറയാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. നോക്കിയേ, ഫസ്റ്റില് ഹബ്ബ് എന്ന് പറഞ്ഞു. ഹബ്ബ് ഏത് ലെയറിലാണ് വരുന്നത്? ഹബ്ബ് വരുന്നത് ഫിസിക്കൽ ലെയറിലാണ്. ഓക്കെ, ഹബ്ബ് വരുന്നത് ഫിസിക്കൽ ലെയറിലാണ്. ഏതൊക്കെ ലെയറാ ഉള്ള? ഫിസിക്കൽ ലെയർ, ഡേറ്റാ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ. അതില് ഹബ്ബ് വരുന്നത് ഫിസിക്കൽ ലെയറിലാണ്. ഇനിയും സ്വിച്ചും ബ്രിഡ്ജും വരുന്നത് ഡേറ്റാ ലിങ്ക് ലെയറിലാണ്. നോക്കിയേ, സ്വിച്ചും ബ്രിഡ്ജും വരുന്നത് ഡേറ്റാ ലിങ്ക് ലെയറിലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഏതൊക്കെയാ? റൂട്ടറും ഗേറ്റ്വേ ഉണ്ട്. റൂട്ടറും ഗേറ്റ്വേ വരുന്നത് നെറ്റ്വർക്ക് ലെയറിലാണ്. അപ്പൊ അതാണ് ഇത് പഠിച്ചു വെക്കാനുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫസ്റ്റില് ഫിസിക്കൽ ലെയർ, ഡേറ്റാ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ. ഇനിയും നമ്മൾ ആ നെറ്റ്വർക്ക് ഡിവൈസസ് പഠിക്കേണ്ട ഒരു ഓർഡർ, ഓർത്തിരിക്കാൻ വേണ്ടി പഠിക്കേണ്ട ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹബ്ബ്, സ്വിച്ച്, ബ്രിഡ്ജ്, റൂട്ടർ, ഗേറ്റ്വേ. ഇതിൽ ഹബ്ബ് മാത്രമേ ഉള്ളൂ ഫിസിക്കൽ ലെയറിൽ. ഇനി സ്വിച്ചും ബ്രിഡ്ജും ഏത് ലെയറിലാണ് വരുന്നത്? ഡേറ്റാ ലിങ്ക് ലെയറിൽ. ഇനി അത് കഴിഞ്ഞിട്ട് റൂട്ടറും ഗേറ്റ്വേയും ഏത് ലെയറിലാണ് വരുന്നത്? നെറ്റ്വർക്ക് ലെയറിൽ. അപ്പൊ അത് ഓർത്ത് വെച്ചേക്കുക. അപ്പം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ പ്രകാരം ഇവർ പറഞ്ഞിരിക്കുന്നതിൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ്. കാരണം ഗേറ്റ്വേ ഏത് ലെയറിലാണ് വരുന്നത്? നെറ്റ്വർക്ക് ലെയറിലാണ് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നോക്കിയേ, താഴെ പറഞ്ഞ പ്രശ്നമായ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് ശരി? 1ഉം 2ഉം ആണ് ശരി. ഹബ്ബ് ഒരു മൾട്ടിപോർട്ട് റിപ്പീറ്റർ ആണ്. റൂട്ടറുകൾ ബ്രിഡ്ജുകളെക്കാൾ ചെലവേറിയതാണ്. റൂട്ടറിനാണ് വില കൂടുതൽ. ഓക്കെ ആണല്ലോ. ഇനി CSV ഫയലുകളിൽ മൂല്യങ്ങളെ വേർതിരിക്കുന്ന പ്രതീകം ഡാഷ് എന്നറിയപ്പെടുന്നു, ഡിലിമിറ്റർ എന്നറിയപ്പെടുന്നു. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി 5G നെറ്റ്വർക്കിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നേക്കുന്നത്, കുറച്ച് സ്റ്റേറ്റ്മെന്റ് തന്നേക്കുന്നത്. ഇതിൽ ഏതാണ്, എന്തൊക്കെയാണ് ശരി? ഇതാ ചോദിച്ചേക്കുന്നത്. ഫസ്റ്റിൽ നോക്കിയേ, നമ്മൾ ശരിയായിട്ടുള്ളത് മാത്രം ആദ്യം പറയാം. നോക്കിയേ, സെക്കൻഡിൽ 20 GB വരെ നെറ്റ്വർക്കിന്റെ ഡേറ്റ വേഗതയുണ്ട്. അതായത് 20 GB/s ആണ് അതിന്റെ വേഗത. 5G നെറ്റ്വർക്കിന്റെ വേഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 GB/s ആണ്. അത് ശരിയാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ അത് ശരിയാണ്. ഇത് മില്ലിമീറ്റർ വേവ് സ്പെക്ട്രത്തിലാണ് അളക്കുന്നത്. ഓക്കെ, അതും ശരിയാണ്. മില്ലിമീറ്റർ വേവ് സ്പെക്ട്രത്തിലാണ് ഇത് അളക്കുന്നത്. ഇതിന്റെ തരംഗം സ്പെക്ട്രത്തിലാണ് അളക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇതിന് ലേറ്റൻസി കുറവാണ്. ഓക്കെ, 5Gക്ക് ഒരിക്കലും ലേറ്റൻസി കൂടുതലല്ല, ലേറ്റൻസി കുറവാണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ്. ബാക്കി 2 സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. അപ്പൊ 5G നെറ്റ്വർക്കിനെ സംബന്ധിച്ച് താഴെ പറഞ്ഞ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി? 2ഉം 3ഉം ആണ് ശരി. ഓപ്ഷൻ നോക്കിയേ. ഓക്കെ, ഓൺലി 2 and 3 ഇതാണ് ശരി. ഓക്കെ, അപ്പൊ ഓർക്കുക, 5G എന്ന് പറയുമ്പോഴത്തേക്കും 20 GB/s എബോ അല്ലെങ്കിൽ 20 GB/s മിനിമം സ്പീഡ് കാണും. അത് മില്ലിമീറ്റർ വേവ് സ്പെക്ട്രത്തിലാണ് അളക്കുന്നത്. ഇനിയും അതിന് ലേറ്റൻസി കുറവാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഫീച്ചേഴ്സ് ഓഫ് പ്രൈമറി സ്റ്റോറേജ്? പ്രൈമറി സ്റ്റോറേജിന്റെ ഫീച്ചർ ആണ് ചോദിക്കുന്നത്. പ്രൈമറി സ്റ്റോറേജ് നമുക്കറിയാം, സ്മോൾ കപ്പാസിറ്റി ആണ്, വോളറ്റൈൽ ലാർജ് ആണ്. സ്മോൾ കപ്പാസിറ്റി ആൻഡ് വോളറ്റൈൽ ആണ് എന്ത്? പ്രൈമറി സ്റ്റോറേജിന്റെ ഒരു ഫീച്ചർ. വോളറ്റൈൽ ആൻഡ് സ്മോൾ കപ്പാസിറ്റി. ഇനി അടുത്ത് നോക്കിയേ, വിച്ച് കമ്പോണന്റ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം മാനേജസ് ആൻഡ് കോർഡിനേറ്റ്സ് ദി ഓപ്പറേഷൻസ് ഓഫ് ഓൾ അതർ കമ്പോണന്റ്സ്? അതായത് ഇപ്പൊ CPU-നകത്ത് നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു ALU ഉണ്ട്, രജിസ്റ്റർ ഉണ്ട്, കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. ഇതില് കൺട്രോൾ യൂണിറ്റ് ആണ് ബാക്കിയുള്ള കമ്പോണൻസിനെ എപ്പം പ്രവർത്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം എന്ന് ഡിസൈഡ് ചെയ്യുന്ന ആരാണ്? കൺട്രോൾ യൂണിറ്റ് ആണ്. അപ്പൊ ഓക്കെ ആണല്ലോ. അപ്പൊ അതിന്റെ ആൻസർ കൺട്രോൾ യൂണിറ്റ് ആണ്. ഇനി ഡാഷ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ പ്രോഗ്രാംസ് ആൻഡ് ഡേറ്റ വിച്ച് ഡു നോട്ട് ചേഞ്ച് ആൻഡ് ആർ ഫ്രീക്വന്റ്ലി യൂസ്ഡ്. അതായത് പ്രോഗ്രാംസ് ഡേറ്റയും സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അത് എന്താണ്? ചേഞ്ച് ആവത്തില്ല.
ഫ്രീക്വൻലി യൂസ് ചെയ്യുകയും ചെയ്യും. അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ റോം ആണ്, റോം. ഇനി വോം ഡിസ്ക്, അതായത് റീഡ് വൺസ് റൈറ്റ് മെനി ഡിസ്കിന് എക്സാമ്പിൾ ഏതാണെന്നാ ചോദിച്ചിരിക്കുന്നത്. റീഡ് വൺസ് റൈറ്റ് മെനി ഡിസ്കിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് CDR ആണ്, CDR ആണ്. വോം ഡിസ്കിന് എക്സാമ്പിൾ റീഡ് വൺസ് റൈറ്റ് മെനി. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ദ സൂപ്പർ കമ്പ്യൂട്ടർ യൂസ്ഡ് ഫോർ പ്ലേയിങ് ചെസ്. സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന്റെ ചോദ്യം വളരെ എന്താ പറയുക, ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്നതാണ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന്റെ ക്വസ്റ്റ്യൻസ്. ഇപ്പൊ നോക്കിയേ, സൂപ്പർ കമ്പ്യൂട്ടർ യൂസ്ഡ് ഫോർ പ്ലേയിങ് ചെസ്, ചെസ് കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നോക്കിയേ, ഇതില് ചെസ് കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേര് ഡീപ് ബ്ലൂ ആണ്. ഡീപ് ബ്ലൂ എന്ന് പറയുമ്പോഴത്തേക്കിന് ചെസ് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ആണ്. എന്തോ പേര്? ഡീപ് ബ്ലൂ. ഇനിയും ഈ ഡീപ് ബ്ലൂ മാത്രമല്ല ചെസ് കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, ഇതിന്റെ കൂടെ തന്നെ ബെല്ലെ എന്ന് പറയുന്ന ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ട്. അതിന്റെ കൂടെ ഹൈഡ്ര എന്ന് പറയുന്ന ഒരു സൂപ്പർ കമ്പ്യൂട്ടറും ഉണ്ട്. ബെല്ലയും ഹൈഡ്രയും ഡീപ് ബ്ലൂവുമാണ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ചെസ് കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ചെസ് കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആണ് ഡീപ് ബ്ലൂ, ബെല്ലെ, ഹൈഡ്ര. ഇനി ഈ ഗ്രാവിറ്റി പൈപ്പ് എന്ന് പറയുന്നത് മറ്റേ ഗ്രാവിറ്റേഷണൽ പുൾ അളക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സൂപ്പർ കമ്പ്യൂട്ടർ ആണ്. ഇനി ഡീപ് ക്രാക്ക് എന്ന് പറയുമ്പോഴത്തേന് DE സൈഫറിന് വേണ്ടിയിട്ടുള്ളൊരു സൂപ്പർ കമ്പ്യൂട്ടർ ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഒന്ന് ആലോചിച്ചോണം, ചെസ് കളിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സൂപ്പർ കമ്പ്യൂട്ടർ ആണ് ഡീപ് ബ്ലൂ, ഹൈഡ്ര ആൻഡ് ബെല്ലെ. ഓക്കെ. ഇനിയും ഗ്രാവിറ്റി പൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഗ്രാവിറ്റേഷണൽ പുൾ അളക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സൂപ്പർ കമ്പ്യൂട്ടർ ആണ്. ഇനി ഡീപ് ക്രാക്ക് എന്ന് പറയുമ്പോഴത്തേന് DE സൈഫർ കാൽക്കുലേറ്റ്, അത് DE സൈഫറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സൂപ്പർ കമ്പ്യൂട്ടർ ആണ്. ഓക്കെ ആണല്ലോ. ഇനി വിച്ച് ഈസ് യൂസ് ടു പ്രിന്റ് വെക്ടർ ഗ്രാഫിക്സ്. വെക്ടർ ഗ്രാഫിക്സ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏത് ഡിവൈസ് ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. പ്ലോട്ടർ ആണ് വെക്ടർ ഗ്രാഫിക്സ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസ്. അതൊരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. പ്ലോട്ടർ എന്താണ്? പ്ലോട്ടർ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. വെക്ടർ ഗ്രാഫിക്സ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പ്ലോട്ടർ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഓർത്ത് വെച്ചിരിക്കുക, സൂപ്പർ കമ്പ്യൂട്ടർ, ചെസ് കളിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സൂപ്പർ കമ്പ്യൂട്ടർ ആണ് ഡീപ് ബ്ലൂവും ഹൈഡ്രയും ബെല്ലയും. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ പുൾ അളക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഗ്രാവിറ്റി പൈപ്പ്. പിന്നെ ഡീപ് ക്രാക്ക് എന്ന് പറയുന്നത് DE സൈഫറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇനി ഇത് കൂടാതെ തന്നെ നമുക്കറിയാം പരം 8000 ആണ് ഇന്ത്യയുടെ ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ. അപ്പൊ ഇതൊക്കെ ആലോചിച്ച് വെച്ചേക്കുക. ഓക്കെ ആണല്ലോ. ഓക്കെ, അതെന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കുറച്ച് പറഞ്ഞ സംഭവം തന്നെ പറഞ്ഞേക്കാണ്. ഇനി which of the following enables loading the operating system within the computer memory when a computer is started or booted up. അതായത് ഒരു കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുകയും ബൂട്ടപ്പ് ചെയ്യുകയോ ചെയ്യുമ്പോൾ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ എനേബിൾ ചെയ്യുന്ന കമ്പ്യൂട്ടർ സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ഏതാ? ബൂട്ട് ലോഡർ ആണ്. ബൂട്ട് ലോഡർ വഴിയിട്ടാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ആവുന്നത് ബൂട്ട് ചെയ്യുന്ന സമയത്ത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നോക്കിയേ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏത്? ഇത് കണ്ണോടച്ച് ഉത്തരം എഴുതാം. CentOS ആണ്. CentOS എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത് തരം സോഫ്റ്റ്വെയർ ആണ്? സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ ആണല്ലോ. CentOS ആണ് ഇതിന്റെ ഉത്തരം. ബാക്കി നമുക്കറിയാം, Canva എന്ന് പറയുമ്പോൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. MS Office അതെ. ഫയർഫോക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ബ്രൗസർ ആണ്. ഫയർഫോക്സ് എന്നാ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? എന്നാ വന്നേ? 2004 2004 വന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ബൈനറി നമ്പർ കറസ്പോണ്ടിങ് ടു 25 ഈസ്. 25-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പർ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഇനി ഇത് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തൊരു ക്ലാസ്സിന്റെ ഒരു സംഭവം പറയാനായിട്ട് ഞാൻ ഓർക്കുന്നു. അതായത് നമ്പർ സിസ്റ്റം നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ ഏതൊക്കെ ബേസ് ഏതിനൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞു. ബൈനറി നമ്പർ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ബേസ് എത്രയായിരിക്കും? ബൈനറി നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് 2 ആയിരിക്കും. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എത്രയായിരിക്കും? 10 ആയിരിക്കും. ഒക്ടൽ ആണെങ്കിൽ എത്ര ആയിരിക്കും? 8 ആയിരിക്കും. ഹെക്സാഡെസിമൽ ആണെങ്കിൽ എത്ര ആയിരിക്കും? 16 ആയിരിക്കും. അപ്പൊ അത്ര ഓക്കെ ആണല്ലോ. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബൈനറി നമ്പർ കറസ്പോണ്ടിങ് 25 എത്രയാണ്? അതിന്റെ ബേസ് എത്രയാണ്? 2 ആണ്. അപ്പൊ ഇതിൽ 1ഉം 0ഉം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ അത് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോവാം. ബൈനറി നമ്പർ കറസ്പോണ്ടിങ് 25 കണ്ടുപിടിക്കാൻ പോവാം. അപ്പൊ ഇതിനു വേണ്ടി നമുക്കൊരു കോഡ് ഉണ്ട്. ഇതങ്ങ് പഠിച്ചേക്കുക. 8421 എന്ന് പറഞ്ഞിട്ട് കോഡ് ഉണ്ട്. 8421. ഇത് സിമ്പിൾ ഒന്നുമില്ല. ഈ 1ന്റെ ഇരട്ടിയാണ് 2, 2ന്റെ ഇരട്ടിയാണ് 4, 4ന്റെ ഇരട്ടിയാണ് 8. ഇനി 8ന്റെ ഇരട്ടി എത്രയാണ്? 16 ആണ്. നോക്കിയേ, അതായത് ഈ നമ്പർ പരസ്പരം കൂട്ടുമ്പോൾ എന്തോ വരണം? 25 കിട്ടണം. ഇത് ഏതൊക്കെയോ നമ്പർ പരസ്പരം കൂട്ടുമ്പോൾ 25 കറക്റ്റ് കിട്ടും. ആ നമ്പർ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇത് നോക്കിയേ, 16ഉം 8ഉം എത്ര? 24. 24 1 എത്ര? 25. അപ്പം 16 8 കൂട്ടി 24 കിട്ടും. 24 1 കൂട്ടി എത്ര കിട്ടും? 25 കിട്ടും. അപ്പൊ നമ്മള്
ഏതൊക്കെ നമ്പറാണോ ചൂസ് ചെയ്തത് അവിടെ നമ്മൾ 1 കൊടുക്കുക. 1 1 ഇവിടെ 1 കൊടുക്കുക. ഏത് നമ്പർ നമ്മൾ എടുത്തില്ലയോ അവിടെ 0 കൊടുക്കുക. 0 0. ഓക്കെ, 1 1 0 0 1 ഓപ്ഷൻ നോക്കിയേ. 1 1 0 0 1 എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഇതാണ് 25ന്റെ ബൈനറി നമ്പർ. ഓക്കെ ആണല്ലോ. ഒന്നുകൂടെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. ഇതിന്റെ കോഡ് 8421. ഈ കോഡ് ആലോചിച്ച് വെച്ചേക്കുക. ബൈനറി നമ്പർ, അതായത് ഒരു നമ്പർ തന്നിട്ട് അതിന്റെ ബൈനറി നമ്പർ എഴുതാൻ പറഞ്ഞാൽ ഈ കോഡ് ആലോചിക്കുക. ഇപ്പം നമ്മളെ, അതായത് നമ്പർ കൂടുതൽ, ഇപ്പം 25നേക്കാളും കൂടിയ ഒരു നമ്പർ നോക്കണേ. ഇതിപ്പം ഇതിനേക്കാളും കൂടിയ നമ്പർ 32നേക്കാളും കൂടിയ നമ്പർ തന്നിരുന്നെങ്കിൽ ഇവിടെ 32 കൂടെ എഴുതും, എന്നിട്ടായിരിക്കും ബാക്കി നോക്കുന്നത്. ഇപ്പൊ ഈ കേസിൽ നമുക്ക് 25 വരെ മതി. അപ്പൊ നമ്മൾ ഇതുകൊണ്ട് ഈ കോഡ് എടുക്കുന്നത്. 16 8 24, 24 1 25, 1 1 0 0 1. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് അതിന്റെ എന്ത് ആൻസർ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following memory cell requires refreshing circuit to retain the data? കുറെ മെമ്മറി സെൽസിന്റെ പേര് തന്നിരിക്കുന്നത്. ഇതില് ഡേറ്റ റീറ്റെയിൻ ചെയ്യണം, അതായത് ഡേറ്റ നിലനിർത്തണമെങ്കിൽ റിഫ്രഷിംഗ് സർക്യൂട്ട് വേണ്ടത് ഏത് മെമ്മറി സെല്ലിനാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഉത്തരം ഡൈനാമിക് റാം ആണ്, DRAM ആണ്, അല്ലെങ്കിൽ ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി ആണ്. അതായത് ഡേറ്റ റീറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ റിഫ്രഷിംഗ് സർക്യൂട്ട്സ് വേണ്ടത് DRAM-നാണ്, ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറിക്കാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നോക്കിയേ. വാട്ട് ആർ ദി സോഫ്റ്റ്വെയർ കമ്പോണൻസ് ഇൻക്ലൂഡഡ് ഇൻ സിസ്റ്റം സോഫ്റ്റ്വെയർ? സിസ്റ്റം സോഫ്റ്റ്വെയറിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കമ്പോണൻസ് ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് നമ്മൾ കുറച്ച് പറഞ്ഞു. CentOS പറഞ്ഞപ്പോൾ പറഞ്ഞു. എന്താ OS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്തോ ആയാലും ഉണ്ട്. ഓക്കെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ഇതിന്റെ കൂടുതൽ ഏതുകൊണ്ടുണ്ട്? ഡ്രൈവർ സോഫ്റ്റ്വെയർ ഉണ്ട്. അതായത് നമ്മളൊരു കമ്പ്യൂട്ടർ വാങ്ങിച്ച് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ മൗസ് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഡ്രൈവർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഭാഗമായിട്ടുള്ളത് ഏതൊക്കെയാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, ഡ്രൈവർ സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പം അത് രണ്ടും ടിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഏത് ഓപ്ഷൻ ഉണ്ട്? ബോത്ത് A and B എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നോക്കിയേ. Which of the following is not a presentation software? പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏത്? അല്ലാത്തത് ഏത്? അതാണ് ക്വസ്റ്റൻ. അല്ലാത്തത്. അപ്പൊ ഉള്ളതൊക്കെ ഏതൊക്കെയാന്ന് നോക്കിയേ. പവർ പോയിന്റ് ഒരു പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണോ? ആണോ. ഇംപ്രസ്, അതായത് ലിനക്സിലുള്ള ഒരു പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ് ഇംപ്രസ്. ഗൂഗിൾ സ്ലൈഡും പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. റെഡ് ഹാറ്റ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അപ്പൊ ഇതാണ് എന്ത് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ അല്ലാത്തത്. ഓക്കെ ആണല്ലോ. ഇനി ദ നെറ്റ്വർക്ക് ഡിവൈസ് വിച്ച് കണക്ട്സ് ടു ഡിസിമിലർ ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്സ് എന്നാ ചോദിച്ചത്. രണ്ട് വ്യത്യസ്ത തരം നെറ്റ്വർക്ക്സ് കണക്ട് ചെയ്യുന്ന നെറ്റ്വർക്ക് ഡിവൈസ് ഏതാണ്? നമുക്കറിയാം, ഗേറ്റ്വേ ആണ്. ഡിസിമിലർ ടൈപ്പ് ഓഫ് നെറ്റ്വർക്കും വ്യത്യസ്ത പ്രോട്ടോക്കോളും ആണ്, അല്ലെങ്കിൽ ഒന്നിലധികം പ്രോട്ടോക്കോളും ആണെന്നുണ്ടെങ്കിൽ അത് എന്താണ്? അത് ഗേറ്റ്വേ ആണ്. ഓക്കെ, ഡിസിമിലർ ടൈപ്പ് ഓഫ് നെറ്റ്വർക്കും അതിന്റെ കൂടെ തന്നെ ഡിഫറെന്റ് പ്രോട്ടോക്കോളും യൂസ് ചെയ്യുന്ന ആരാണ്? ഗേറ്റ്വേ ആണ്. മറന്നു പോകരുത്, ഗേറ്റ്വേ ആണ്. ഡിസിമിലർ ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത് ഗേറ്റ്വേ ആണ്. ഓക്കെ ആണല്ലോ. ഇനി വിച്ച് നെറ്റ്വർക്ക് ടൈപ്പ് ടെൻഡ്സ് ടു എക്സിബിറ്റ് ഹയർ ഡേറ്റ ട്രാൻസ്ഫർ റേറ്റ്? അതായത് ഹയർ ഡേറ്റ ട്രാൻസ്ഫർ റേറ്റ് എക്സിബിറ്റ് ചെയ്യുന്നത് ഏത് തരം നെറ്റ്വർക്ക് ടൈപ്പിലാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഒത്തിരി ഡേറ്റ ഹയർ ലിമിറ്റിൽ, അതായത് ഹയർ റേറ്റിൽ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഏതിലാണ്? അത് ആലോചിക്കുമ്പം ജസ്റ്റ് ഒന്ന് ആലോചിച്ചേക്കുക. ഹയർ ഡേറ്റ ട്രാൻസ്ഫർ റേറ്റ് വരണമെന്നുണ്ടെങ്കിൽ ആ ഏരിയ കുറവായിരിക്കണം. ഓക്കെ, ഏരിയ കുറവാണെന്നുണ്ടെങ്കിൽ ഡേറ്റ ട്രാൻസ്ഫർ റേറ്റ് കൂടുതലായിരിക്കും. ഓക്കെ, ഇപ്പം നോക്കി, ഇത്രയും വലിയൊരു ഏരിയയിൽ ഡേറ്റ ട്രാൻസ്ഫറിനെക്കാളും ഈസി ആയിട്ട് ഇത്രയും ചെറിയൊരു ഏരിയയിൽ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ നോക്കിയേ, ഈ കൂട്ടത്തില് ചെറുതേതാന്ന് നോക്കുക. ഓക്കെ, ഈ കൂട്ടത്തിൽ ചെറുതേതാണ്? നോക്കിയേ, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ആണോ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണോ, അതോ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണോ, അതോ മൊത്തം ഉണ്ടോ? ഏതാ? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണ് ഈ കൂട്ടത്തിൽ ചെറുത്. അതുകൊണ്ട് അവിടെ ഡേറ്റ ട്രാൻസ്ഫർ റേറ്റ് കൂടുതലായിരിക്കും. ഇനിയും ഈ ഓൾ ഓഫ് ദി എബോവിന് പകരം ഇവിടെ പാൻ അല്ല, അഥവാ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്നായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഈ ലാൻ മാറിയിട്ട് പാൻ ആവുമായിരുന്നു ഉത്തരം. ഓക്കെ, ആ കൂട്ടത്തിൽ ഏതാണോ ചെറുത് അത് നോക്കുക. അവിടെ ആയിരിക്കും ഡേറ്റ ട്രാൻസ്ഫർ റേറ്റ് കൂടുതൽ വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ. വാട്ട് ആർ ട്രാൻസ്ലേറ്റേഴ്സ് യൂസ്ഡ് ഇൻ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്? ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ യൂസ് ചെയ്യുന്ന ട്രാൻസ്ലേറ്റേഴ്സ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? ലാംഗ്വേജ് പ്രോസസ്സേഴ്സിന്റെ കേസിൽ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അതിൽ കമ്പൈലർ ഉണ്ട്, ഇന്റർപ്രറ്റർ ഉണ്ട്, അസംബ്ലർ ഉണ്ട്. നമ്മൾ പറഞ്ഞാണല്ലോ. അപ്പൊ അതില് ഹൈ ലെവൽ ലാംഗ്വേജിനെ, ഹൈ ലെവൽ ലാംഗ്വേജ് എഴുതണം, ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് ആക്കുന്ന ഒരു പിക്ചർ നമ്മൾ കാണിച്ചായിരുന്നു.
ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് ആക്കുന്ന ഒരു പിക്ചർ കാണിച്ചു. അതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? കമ്പൈലറും ഇന്റർപ്രറ്ററും ഉണ്ടായിരുന്നു. അപ്പൊ കമ്പൈലറും ഇന്റർപ്രറ്ററും എന്താ ചെയ്യുന്നത്? കമ്പൈലറും ഇന്റർപ്രറ്ററും ചെയ്യുന്നത് ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് ആക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും അസംബ്ലർ എഴുതരുത്. കാരണം അസംബ്ലർ ചെയ്യുന്നത് അസംബ്ലി ലാംഗ്വേജിനെയാണ് എന്താക്കി മാറ്റുന്നത്? മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം കമ്പൈലറും ഇന്റർപ്രറ്ററും ചെയ്യുന്നത് സെയിം കാര്യമാണ്, അതായത് ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റുകയാണ്. അപ്പൊ ഇതിന്റെ ആൻസർ ബോത്ത് എ ആൻഡ് ബി എന്നുള്ളതാണ്. ഇതിന്റെ ആൻസർ ബോത്ത് എ ആൻഡ് ബി എന്നുള്ളതാണ്. ഇതിന് ഇനിയും വ്യത്യസ്ത വേറൊരു രീതിയിൽ ചോദ്യം ചോദിക്കാം. ഇപ്പം കമ്പൈലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അത് കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഇന്റർപ്രറ്റർ എന്ന് പറഞ്ഞാൽ ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷൻ ആയിരിക്കും. ഒരു ലൈൻ നോക്കും, എന്നിട്ട് അത് തെറ്റുണ്ടെങ്കിൽ അത് കാണിക്കും. അങ്ങനെയാണ് പോകുന്നത് കേട്ടോ. കമ്പൈലർ എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്കാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മെഷീൻ ലാംഗ്വേജ് ആക്കുന്നത് കമ്പൈലറും ഇന്റർപ്രറ്ററും ആണ്. ബോത്ത് എ ആൻഡ് ബി ആണ് ആൻസർ. ഓക്കെ ആണല്ലോ. ഇനി ഡാഷ് മീൻസ് only authorized person can access the data and prevents unauthorized modification. അതായത് ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തിക്ക് മാത്രമേ ഒരു ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ വ്യക്തിക്ക് മാത്രമേ അത് മോഡിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അൺഓതറൈസ്ഡ് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് ആക്സസ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻ നമ്മൾ പറയുന്നത് കോൺഫിഡൻഷ്യൽ എന്നാണ്. അപ്പൊ അതിനെ നമ്മൾ എന്ത് പറയും? ആ സംഭവത്തിനെ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയും. ഓക്കെ, കോൺഫിഡൻഷ്യാലിറ്റി. ഓക്കെ ആണല്ലോ. ഇനി ഇൻസ്റ്റഗ്രാം സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഈസ് പാർട്ട് ഓഫ് ഡാഷ് സിൻസ് 2012. 2012 തൊട്ട് ഇൻസ്റ്റഗ്രാം സോഷ്യൽ നെറ്റ്വർക്കിംഗ് എന്തിന്റെ ഭാഗമാണ്? ഫേസ്ബുക്കിന്റെ ഭാഗമാണ്. അപ്പൊ ഇത് പറയുമ്പോൾ ഇതിൽ കുറെ പോയിന്റ്സ് പറയാനുണ്ട്. അതാദ്യം പറയാം. നോക്കിയേ, വാട്സപ്പ് വന്നത് ഏത് വർഷമാണ്? 2009 വാട്സപ്പ് വന്നത്. 2009 ജാനും ബ്രയാനും കൂടെ ചേർന്നിട്ടാണ് വാട്സപ്പ് കൊണ്ടുവന്നത്. ആരൊക്കെയാണ്? ജാനും ബ്രയാനും. ഫുൾ നെയിം ഓർത്തില്ലെങ്കിൽ നിങ്ങൾ ഈ പേരുകൾ ഓർത്തിരിക്കുക. ജാനും ബ്രയാനും കൂടെ 2009 വാട്സപ്പ് കൊണ്ടുവന്നതെങ്കിൽ 2010 എന്ത് വന്നത്? ഇൻസ്റ്റഗ്രാം വന്നത്. ഓക്കെ, ഇൻസ്റ്റഗ്രാം വന്നത് 2010 മൈക്കും കെവിനും കൂടെ ചേർന്നിട്ടാണ് ഇൻസ്റ്റഗ്രാം കൊണ്ടുവന്നത്. മൈക്കും കെവിനും കൂടെ ചേർന്നിട്ടാണ് എന്ത് കൊണ്ടുവന്നത്? ഇൻസ്റ്റഗ്രാം കൊണ്ടുവന്നത്. ഇനി നോക്കിയേ, ടെലഗ്രാം എന്ന് പറയുമ്പോഴത്തേക്കിന് നിക്കുളായ് ദുരോവും നമ്മുടെ പവൽ ദുരോവും കൂടെ ചേർന്നിട്ടാണ് എന്ത് കൊണ്ടുവന്നത്? ടെലഗ്രാം കൊണ്ടുവന്നത്. പവൽ ദുരോവും നിക്കുളായ് ദുരോവും. ഓക്കെ, മെയിൻലി പവലിന്റെ പേരാണ് പറയുന്നത്, എന്നാലും നിക്കുളായ് ദുരോവും. ഇനി ട്വിറ്ററിന്റെ കേസ് നമുക്കറിയാം, എലൺ മസ്ക് ആണ് ഇപ്പോഴത്തെ സിഇഒ എന്ന് പറയുന്നത് ലിൻഡയാണ്. ഇപ്പോഴത്തെ സിഇഒ ആരാണ്? ലിൻഡയാണ്. ഈ ലിൻഡയ്ക്ക് മുമ്പിൽ ഒരു ഇന്ത്യൻ വ്യക്തിയായിരുന്നു എന്താണ് സിഇഒ ഉണ്ടായിരുന്നത്. പുള്ളിയുടെ പേര് പരാഗ് അഗർവാൾ എന്നാണ്. പരാഗ് അഗർവാൾ ആണ് ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന സിഇഒ. ഓക്കെ, അപ്പൊ അതെല്ലാം ഒന്നുകൂടെ പറഞ്ഞേ. വാട്സപ്പ് ഫസ്റ്റിൽ കൊണ്ടുവന്ന് 2009 ആരൊക്കെയാണ്? ജാനും ബ്രയാനോടെ കൊണ്ടുവന്നെങ്കിൽ ഇൻസ്റ്റഗ്രാം 2010 മൈക്കും കെവിനോടെ കൊണ്ടുവന്നേ. ഇനിയും ടെലഗ്രാം കൊണ്ടുവന്നത് പവൽ ദുരോവും നിക്കുളായ് ദുരോവും ആണ്. ട്വിറ്ററിന്റെ ഇപ്പോഴത്തെ സിഇഒ ലിൻഡയാണ്. ഇത് തൊട്ട് മുമ്പോട്ടാണ് സിഇഒ പരാഗ് അഗർവാൾ ആണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, താഴെ പറയുന്ന അടുത്ത ദിവസം നോക്കിയേ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് തെറ്റ്? ഓക്കെ, തെറ്റായിട്ടുള്ള പ്രസ്താവനയെ നോക്കണ്ടേ. ഇതിനൊന്ന് ശരിയാണെന്ന് ആദ്യം നോക്കാം. ഹബ്ബ് ഒരു ബ്രോഡ്കാസ്റ്റ് ടൈപ്പ് ട്രാൻസ്മിഷൻ ആണ്. അതെ, ഹബ്ബ് ഒരു ബ്രോഡ്കാസ്റ്റ് ടൈപ്പ് ട്രാൻസ്മിഷൻ ആണ്. ഇനി റൂട്ടർ നെറ്റ്വർക്ക് ലെയറിലാണ് പ്രവർത്തിക്കുന്നത്. ആലോചിച്ച് നോക്കിയേ, റൂട്ടർ ഏത് ലെയറിലാണ് പ്രവർത്തിക്കുന്നത്? ആലോചിച്ച് നോക്കിയേ. ഓക്കെ, നമ്മൾ കുറച്ചുകൂടെ പറഞ്ഞു 3 types ലെയേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ള. ഫിസിക്കൽ ലെയർ, ഡേറ്റാ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ. ഇനി ആ നെറ്റ്വർക്കിംഗ് ഡിവൈസിന്റെ ആ ഓർഡർ ഒന്ന് ആലോചിച്ചേ. ഫസ്റ്റിൽ ഏതാ ഉള്ളത്? ഫസ്റ്റിൽ ഹബ്ബ്, രണ്ടാമത് സ്വിച്ച്, മൂന്നാമത് ബ്രിഡ്ജ്, നാലാമത് റൂട്ടർ, അഞ്ചാമത് ഗേറ്റ് വേ. ഇതിൽ ഏതൊക്കെയാണ് ഫിസിക്കൽ ലെയറിലുള്ളത്? ഈ ഹബ്ബ് മാത്രമേ ഉള്ളൂ ഫിസിക്കൽ ലെയറിൽ. ഇനി സ്വിച്ചും ബ്രിഡ്ജും ഏത് ലെയറിലാണ്? ഡേറ്റാ ലിങ്ക് ലെയറിലാണ്. ഇനിയും ഈ റൂട്ടറും ഗേറ്റ് വേയും ഏത് ലെയറിലാണ്? നെറ്റ്വർക്ക് ലെയറിലാണ്. അപ്പൊ ഇവർ പറഞ്ഞേക്കാൻ നോക്കി, സ്വിച്ച് ഏത് ലെയറിലാണ്? ഫിസിക്കൽ ലെയറിലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റല്ലയോ? സ്വിച്ച് ഏത് ലെയറിലാണ് ഉള്ളത്? ഡേറ്റാ ലിങ്ക് ലെയറിലാണ് ഉള്ളത്. അപ്പൊ ഏതാണ് തെറ്റ്? ഈ പ്രസ്താവനയാണ് തെറ്റ്. ഇത് തെറ്റാണ്. അപ്പൊ ഒന്ന് മാത്രമാണ് തെറ്റ്. ഓക്കെ, ഇനി
താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? കുറച്ചുകൂടെ തെറ്റ് ചോദിച്ചു, ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ശരി ഏതെന്നാ. ഓക്കെ, ഡിജിറ്റൈസർ ഒരു ഇൻപുട്ട് ഉപകരണമാണ്, ശരി. ഡിജിറ്റൈസർ ഒരു ഇൻപുട്ട് ഉപകരണമാണ്, ശരിയാണ്. പ്ലോട്ടർ ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ്, അതെ. പ്ലോട്ടർ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഉപകരണമാണ്. ഇനി നോക്കിയേ, ഇത് അറിയാം, ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ജോയിസ്റ്റിക് ഒരു ഇൻപുട്ട് ഉപകരണമല്ല, അങ്ങനെയാണ്, ശരിയാണോ? അത് ജോയിസ്റ്റിക് നമ്മൾ വീഡിയോയും കളിക്കാൻ യൂസ് ചെയ്യുന്നതല്ലേ. ജോയിസ്റ്റിക് ഒരു ഇൻപുട്ട് ഉപകരണമാണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ്. അപ്പൊ ഏത് സ്റ്റേറ്റ്മെന്റാ തെറ്റ്? അല്ല, സോറി, ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 1, 2 ശരി. നോക്കിയേ, ഇതാണ് ശരി. അപ്പം ജോയിസ്റ്റിക് ഒരു ഇൻപുട്ട് ഉപകരണമല്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ വെട്ടിക്കളഞ്ഞത് തെറ്റാണ്. ജോയിസ്റ്റിക് ഒരു ഇൻപുട്ട് ഉപകരണമാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ കേട്ടോ. ഇനി താഴെ പറയുന്നവയിൽ വിർച്വൽ മെമ്മറിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? സത്യം പറഞ്ഞാൽ ഇത് സ്പൂളിംഗ് എന്നാണ് PSCയുടെ ആൻസർ കീഴിൽ കൊടുത്തിരുന്നത്. പക്ഷേ സ്വാപ്പിംഗ്, സ്പൂളിംഗ്, ഡിമാൻഡ് പേജിംഗ് എല്ലാം വിർച്വൽ മെമ്മറിയായിട്ട് ബന്ധമുള്ള ടേംസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഒബിയസ്ലി നമ്മൾ മുകളിൽ പറഞ്ഞ ഒന്നുമല്ല എന്ന് എഴുതും. പക്ഷേ PSCയുടെ ആൻസർ കീ പ്രകാരം സ്പൂളിംഗ് ആണ് ശരി. ബന്ധമില്ലാത്തത് സ്പൂളിങ്ങിനാണെന്ന് പറഞ്ഞു, പക്ഷേ ആക്ച്വലി സ്പൂളിങ്ങിന് അതുമായിട്ട് ബന്ധമുണ്ട് കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി റാൻസം വെയറിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? നമുക്കറിയാം എന്താണ് റാൻസം വെയർ. റാൻസം വെയർ എന്ന് പറയുമ്പോഴത്തേക്കിന് ഒരു വ്യക്തിയെ, ആരെങ്കിലും ആയിക്കോട്ടെ, ആരെങ്കിലും നമ്മുടെ ഡേറ്റ എടുത്തുകൊണ്ട് പോയിട്ട് അതിനെ അങ്ങ് ഇൻക്രിപ്റ്റ് ചെയ്യും. ഓക്കെ, എന്തെങ്കിലും കോഡോ എന്തെങ്കിലും കീയോ ഇട്ട് ഇൻക്രിപ്റ്റ് ചെയ്യും. എന്നിട്ട് ഡീക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ കൊടുക്കും? നമ്മളോട് പൈസ ചോദിക്കും. നിങ്ങൾ പൈസ താ, എന്നാലേ ഞങ്ങളത് എന്തോ വരത്തുള്ളൂ, ഡീക്രിപ്റ്റ് ചെയ്ത തരത്തിലുള്ള നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യും, പൈസ തരാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യും. ഇപ്പം നോക്കി, അപ്പൊ ഏത് ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് നോക്കിയേ. സാധാരണയായിട്ട് ഡേറ്റ എൻക്രിപ്റ്റ് ചെയ്യുന്നതിലൂടെ ആക്രമണകാരി കമ്പ്യൂട്ടറിലേക്ക് ആക്സസ് നേടുമല്ലോ. എന്നിട്ട് എന്ത് കൊടുക്കും? നമ്മുടെ ഉപയോക്താവിനെ ആക്സസ് ചെയ്യുന്നതും തടയും. നമുക്ക് പിന്നെ അത് ആക്സസ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് എൻക്രിപ്റ്റ് ചെയ്തു, അവരുടെ ഒരു പാസ്വേഡ് ഇട്ട് എൻക്രിപ്റ്റ് ചെയ്തു. എന്നിട്ട് അപ്പൊ അത് ശരിയാ, ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഡേറ്റയിലേക്ക് ആക്സസ് ലഭിക്കുന്നതിന് പണം നൽകാൻ അക്രമകാരി എന്ത് കൊടുക്കും? നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യും. പൈസ നീ പൈസ താടാ, എന്നാലേ നിനക്ക് ഞാനിത് ഡീക്രിപ്റ്റ് ചെയ്ത് തരത്തുള്ളൂ വരെ. ഓക്കെ, അപ്പൊ അതും ശരിയാണ്, ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. പക്ഷേ റാൻസം വെയർ എന്ന് പറയുന്നത് സെൽഫ് റെപ്ലിക്കേറ്റിംഗ് അല്ല, അതായത് സ്വയം ആവർത്തിക്കുന്ന ഒരു വൈറസ് അല്ല, ഒരിക്കലും അല്ല. റാൻസം വെയർ ഒരു സ്വയം ആവർത്തിക്കുന്ന വൈറസ് അല്ല. ഓക്കെ, അപ്പൊ ഏത് സ്റ്റേറ്റ്മെന്റ് ഒക്കെയാണ് ശരി? ഈ 2, 3 ശരി. എന്ത് 2, 3? അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ ഏതാണ് ഓപ്ഷൻ? ഇവയൊന്നുമല്ല, ഇതാണ് ഓപ്ഷൻ. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി അടുത്ത് നോക്കി, ഉബണ്ടുവിന്റെ വേർഷനാണ് പറഞ്ഞിരിക്കുന്നത്, അതിന്റെ പേരാ ചോദിച്ചിരിക്കുന്നത്. ഉബണ്ടു 20.04 LTS ഡാഷ് എന്നാണ് അറിയപ്പെടുന്നത്. ഉബണ്ടു 20.04 LTS എന്ന് പറഞ്ഞാൽ അത് ഫോക്കൽ ഫോസയാണ്. ഓക്കെ, 20.04 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫോക്കൽ ഫോസയാണ്. ഓക്കെ, ഇനി ഇതില് കൈനറ്റിക് കൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22.10 ആണ്. 22.10 ആണ് കൈനറ്റിക് കൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ജാമി ജെല്ലി ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22.04 ആണ്. ഓക്കെ, ഇനി ബയോണിക് ബീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 റേഞ്ചിൽ വരുന്നതാണ്. ഓക്കെ, ഓർത്ത് വെച്ചിരിക്കുക. ഉബണ്ടു 20.04 LTS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ഫോക്കൽ ഫോസയാണ്, ഫോക്കൽ ഫോസ. കൈനറ്റിക് കൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22.10 ആണ്. ഓക്കെ ആണല്ലോ. ബയോണിക് ബീവർ എന്ന് പറഞ്ഞാൽ 18 റേഞ്ചിലുള്ളതാണ്. ജാമി ജെല്ലി ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് റേഞ്ചാണ്? 22.04 ആണ്. ഓക്കെ ആണല്ലോ. ഓക്കെ ഓക്കെ പറഞ്ഞിരുന്നുണ്ട്, കണ്ടോ? സ്കൂളിംഗ് എന്ന് പറഞ്ഞാൽ വിർച്വൽ മെമ്മറിയായിട്ട് ബന്ധമുണ്ട്. അവര് അത് ആൻസർ കീയിൽ അങ്ങനെയല്ല പറഞ്ഞിരുന്നത്. ഓക്കെ, ഒരു ഹൈപ്പർ ലിങ്ക് സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന HTML ടാഗ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൈപ്പർ ലിങ്ക് സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന HTML ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A ആണ്. ഈ സംഭവമാണ് കേട്ടോ, ഇത്. ഓക്കെ, ഇനിയും ശാശ്വതമായ ഡേറ്റ സംഭരിക്കുന്നതിന് താഴെ പറയുന്നവയിൽ ഏതാണ് ഉപയോഗിക്കുന്നത്? അതായത് ഡേറ്റ പെർമനന്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഏതാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചേക്കുന്നത്. നോക്കിയേ, ഏതൊക്കെയാണ് നിങ്ങൾ നോക്കിയ ഓപ്ഷൻ നോക്കിയേ. റാം, ഹാർഡ് ഡിസ്ക്, ക്യാഷ് മെമ്മറി, DVD. ശാശ്വതമായി ഡേറ്റ സംഭരിക്കുന്നതിന് ഏതാ ഉപയോഗിക്കുന്നത്? ഹാർഡ് ഡിസ്കും ഉണ്ട്, DVDയും ഉണ്ട്. ക്യാഷ് മെമ്മറി എന്താണ്? ടെമ്പററി ആയിട്ടല്ലേ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്, അതൊരു പെർമനന്റ് സൊല്യൂഷൻ അല്ലല്ലോ. പെർമനന്റ് ആയിട്ട് ഡേറ്റ സംഭരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഹാർഡ് ഡിസ്കും DVDയും ആണ്. 2ഉം 4ഉം ഓപ്ഷൻ ഉണ്ടോ നോക്കി. C 2 and 2ഉം 4ഉം. ഓക്കെ ആണല്ലോ. ഓക്കെ ആണ്. ഓക്കെ, താഴെ നൽകിയിരിക്കുന്നതിൽ നിന്ന് ക്ഷുദ്രകരമായ സോഫ്റ്റ്വെയർ തിരഞ്ഞെടുക്കുക. അതായത് ക്ഷുദ്രകരം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണെന്ന് നോക്കാൻ. ഡിവൈസ് ഡ്രൈവർ ആണോ? ഡിവൈസ് ഡ്രൈവർ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമോ? ഇല്ല. ഡിവൈസ് ഡ്രൈവർ ഏതിന്റെ ഭാഗമാണ്? സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഭാഗമാണ്. ഓക്കെ ആണല്ലോ. എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഈ എക്സ്റ്റേണലി കണക്ട് ചെയ്യുന്ന ഡിവൈസ് ഡ്രൈവ്, അതായത് ഈ മൗസ് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഡ്രൈവർ വേണം. അപ്പൊ ഡ്രൈവർ സോഫ്റ്റ്വെയറിന് വേണ്ടിയാണ് ഡിവൈസ് ഡ്രൈവർ യൂസ് ചെയ്യുന്നത്.
ഇനി ആന്റിവൈറസ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതാണോ? എന്തേ ആന്റിവൈറസ് അല്ല, നമുക്ക് വൈറസിന് പ്രൊട്ടക്ഷൻ നൽകാൻ വേണ്ടിയാണ് ആന്റിവൈറസ് യൂസ് ചെയ്യുന്നത്. ഫയർവോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ ഐപിയിലോട്ടുള്ള ആക്സസിനെ തടയുന്നതാണ് ഫയർവോൾ. ഇനി എന്താണ് കീ ലോഗർ? കീ ലോഗർ ഒരു പ്രശ്നക്കാരന്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കീ ലോഗർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൽ കീ ലോഗർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതൊക്കെ കീ ആണ് പ്രസ് ചെയ്യുന്നതെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. കീ ലോഗർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ കീ നമ്മൾ പ്രസ് ചെയ്തു എന്ന് ആ വ്യക്തിക്ക് അറിയാൻ പറ്റും. അതായത് ഇപ്പൊ നമ്മൾ അത് റിമോട്ട്ലി ആക്സസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ കീ പ്രസ് ചെയ്തെന്ന് അറിയാൻ പറ്റും. അപ്പൊ കീ ലോഗർ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നതിന് ആൻസർ. ശുദ്ധകരമായ സോഫ്റ്റ്വെയർ തിരഞ്ഞെടുക്കുക. ഏതാണ്? കീ ലോഗർ ആണ് ആൻസർ. ഓക്കെ ആണല്ലോ? ഓക്കെ. ഞാൻ ഇത് കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഇന്ത്യൻ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ച സൂപ്പർ കമ്പ്യൂട്ടർ തിരഞ്ഞെടുക്കുക. പരമാണ് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ച സൂപ്പർ കമ്പ്യൂട്ടർ. ഓക്കെ. ഇതെല്ലാം സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് തന്നെയാണ് കേട്ടോ, നമ്മുടെ അല്ലെന്നേ ഉള്ളൂ. സമ്മിറ്റിന്റെ വേറെ പേര് OLCF എന്നും പറയും കേട്ടോ. OLCF4 എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഓക്കെ. ഇതെല്ലാം IBM സമ്മിറ്റൊക്കെ IBM കണ്ടുപിടിച്ചതാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ. നമ്മുടെ മാത്രം ആലോചിക്കുക. പരം എന്ന് പറയുന്നത് നമ്മുടെയാണ്. നമ്മുടെ ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ പരം 8000 ആണ്, ഓർത്തിരിക്കുക. ഓക്കെ. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ നൽകിയിരിക്കുന്നവ ചേരുമ്പടി ചേർക്കുക. മാച്ച് ഫോളോയിങ് ആണ്. ഓറക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. RDBMS. ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സോഷ്യൽ മീഡിയ ആണ്. ഇനി ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ബാക്കിയുള്ളത് ഓൾമോസ്റ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. നോക്കിയേ, 1F എന്നുള്ള ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? 2 ഓപ്ഷൻ ഉണ്ട്, ബിയും സിയും ഉണ്ട്. ഇനി ഫേസ്ബുക്കിന്റെ ഓപ്ഷൻ ഏതാ വന്നേ? സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. 2E വരുന്ന ഓപ്ഷൻ ഉണ്ടോ? ഇതാണ് ഇതിന്റെ ആൻസർ. ബാക്കിയൊന്നും നോക്കാനായിട്ടില്ല. എന്നാലും പറഞ്ഞേക്കാം, ജിംബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമേജ് എഡിറ്റർ ആണ്. നമ്മൾ പറഞ്ഞു ഒരു ഫ്രീ ആയിട്ടുള്ള ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഒരു ഇമേജ് എഡിറ്റർ ആണ് ജിംബ്. ഈ GNU അല്ലെങ്കിൽ GNU ലിനക്സ് അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ഓപ്പൺ സോഴ്സ് പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്തത് ആരായിരുന്നു? റിച്ചാർഡ് ഷോർമാൻ ആയിരുന്നു. ഏത് വർഷം? 1983. മറന്നു പോകരുതേ. ഇനി ഗൂഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സെർച്ച് എഞ്ചിൻ ആണ്. ഓക്കെ ആണല്ലോ? ഇനി താഴെ പറയുന്നവയിൽ കാർബൺ കോപ്പികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഇമ്പാക്ട് പ്രിന്റർ ഏത് എന്ന് ചോദിച്ചാൽ ഡോട്ട് മെട്രിക്സ് പ്രിന്റർ ആണ്. കാർബൺ കോപ്പി നിർമ്മിക്കാൻ കഴിയുന്ന ഇമ്പാക്ട് പ്രിന്റർ ഏതാണ്? ഡോട്ട് മെട്രിക്സ് പ്രിന്റർ ആണ്. ഓക്കെ ആണല്ലോ? ഇനി നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് മൈക്രോ ബ്ലോഗിംഗ് സൈറ്റ് തിരഞ്ഞെടുക്കുക. നമുക്കറിയാം ട്വിറ്റർ ആണ്. ഇപ്പൊ ട്വിറ്ററിന്റെ twitter.com മാറ്റി x.com എന്നൊക്കെ ആക്കാൻ പോവുകയാണ്. അപ്പം ട്വിറ്റർ ആണ് എന്തെന്ന് പറയുന്നത് മൈക്രോ ബ്ലോഗിംഗ്. നമ്മൾ ടൈപ്പ് ചെയ്യില്ല, നമ്മൾ കാര്യങ്ങൾ എഴുതുമല്ലേ, മൈക്രോ ആയിട്ട് എഴുതുകയാണ്. ഒരു മൈക്രോ ബ്ലോഗിംഗ് സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വിറ്റർ ആണ്. ഓക്കെ ആണല്ലോ? ഇനി ഒരു വെബ് സെർവറിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു വെബ്സൈറ്റിൽ നമ്മൾ ആക്സസ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ആക്സസ് ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ തടയുന്ന ഒരു സൈബർ അറ്റാക്ക് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഡിനയൽ ഓഫ് സർവീസ് എന്ന പേരിൽ, അല്ലെങ്കിൽ ഡോസ് എന്ന് പറയും. ഓക്കെ, ഡോസ് അല്ലെങ്കിൽ ഡിനയൽ ഓഫ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വെബ്സൈറ്റ് ഇപ്പൊ ആക്സസ് ചെയ്യാൻ നോക്കുക. അപ്പൊ അവന്മാർക്ക് അറിയാം, അവന്മാർ ചിന്തിക്കുന്നുണ്ടോ നമ്മൾ ആ വെബ്സൈറ്റ് ആക്സസ് ചെയ്യരുത്. അപ്പൊ എന്ത് കൊടുക്കും? ഇപ്പൊ ഇത് നമ്മുടെ വെബ്സൈറ്റ് ആണെന്ന് വിചാരിച്ചു. നമ്മുടെ വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇൻഫിനിറ്റ് ട്രാഫിക്, കുറെ ട്രാഫിക് അങ്ങോട്ട് കടത്തിവിടും, അനാവശ്യമായ ട്രാഫിക് ഒത്തിരി വന്നു. അപ്പൊ നമ്മൾ ഇതിന്റെ ഇടയിൽ കൂടാണ് ഇതിനെ ആക്സസ് ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ നമുക്ക് എന്താ പറ്റത്തില്ല, അത് ആക്സസ് ചെയ്യാൻ പറ്റില്ല, കാരണം അവിടെ ഓൾറെഡി കുറെ ട്രാഫിക് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റാതാവും. അപ്പൊ അതിനെയാണ് എന്ത് ഡിനയൽ ഓഫ് സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നമുക്കറിയാം IT റൂൾസ് 2021 IT റൂൾസ് ഉണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ച് ഈ പറയുന്ന പ്രസ്താവന ശരിയായത് കണ്ടുപിടിക്കാന്നാണ്. അപ്പം നോക്കിയേ, IT റൂൾസ് 2021 ലക്ഷ്യം സോഷ്യൽ മീഡിയയുടെയും OTT പ്ലാറ്റ്ഫോമുകളുടെയും സാധാരണ ഉപയോക്താക്കളെ ശാക്തീകരിക്കുക എന്നുള്ളതാണ്. അതായത് OTT പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നവരാണെങ്കിലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരാണെങ്കിലും അവരെ പ്രൊട്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ ശാക്തീകരിക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു ലക്ഷ്യങ്ങളിലുള്ളതാണ്. അപ്പൊ അത് ശരിയാണ്. ഓക്കെ ആണല്ലോ? ഇനി IT റൂൾസ് 2021 ഒരു പ്രധാന സവിശേഷതയാണ് 2 തരത്തിലുള്ള പരാതി പരിഹാര സംവിധാനം. ഇതും കറക്റ്റ് ആണ് കേട്ടോ. ഇനി IT റൂൾസ് 2021 അവതരിപ്പിച്ചത് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയമാണ്. അതും ശരിയാണ്, എല്ലാം ശരിയാണ്. ഓക്കെ ആണല്ലോ? ഇനി വിവരങ്ങൾ സൂക്ഷിക്കുന്ന, ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചാൽ പറഞ്ഞത് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെന്ന്. വിവരങ്ങൾ സൂക്ഷിക്കുന്ന കമ്പ്യൂട്ടറിലെ ഏറ്റവും വേഗതയേറിയ മെമ്മറി താഴെ പറയുന്നവയിൽ ഏതാണ്? ഏതാ നിങ്ങൾ പറഞ്ഞേ? രജിസ്റ്റർ ആണോ, ക്യാഷെ ആണോ, സെക്കൻഡറി മെമ്മറി ആണോ, പ്രൈമറി മെമ്മറി ആണോ?
ഏതാണ്? വിവരങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിലെ ഏറ്റവും വേഗതയേറിയ ഫാസ്റ്റസ്റ്റ് മെമ്മറി ഏതാ? രജിസ്റ്റർ ആണ്. ഞാനിത് പറഞ്ഞതാണ് കഴിഞ്ഞ ദിവസം. ഓക്കെ, ഇനി ക്യാഷെ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞത്? റാമിനും CPU-നും ഇടയിലുള്ള ടെമ്പററി മെമ്മറിയാണ് ക്യാഷെ. ഓക്കെ, ഫാസ്റ്റസ്റ്റ് മെമ്മറി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്, രജിസ്റ്റർ എന്ന ഓപ്ഷൻ ഉണ്ട്. രജിസ്റ്റർ ആണ് ഉത്തരം. ഓക്കെ, രജിസ്റ്റർ ആണ് എന്ത്? ഫാസ്റ്റസ്റ്റ് മെമ്മറി, ഏറ്റവും വേഗതയേറിയ മെമ്മറി എന്ന് പറയുന്നത് രജിസ്റ്ററിനെയാണ്. ഓക്കെ ആണല്ലോ. ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സേവനങ്ങൾ ആക്സസ് ചെയ്യുന്നതിനുള്ള ഇന്റർഫേസ് നൽകുന്നത് എന്താണെന്ന ചോദ്യം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സേവനങ്ങൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഇന്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്ന സിസ്റ്റം കോൾ ആണ് ത്രൂ API. ഓക്കെ, API വഴിയിട്ടാണ് നമുക്കിത് കിട്ടുന്നതെങ്കിലും സിസ്റ്റം കോൾ ആണ് ആ ഇന്റർഫേസ് നൽകുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി IPv4 അഡ്രസ് എത്ര ബിറ്റാ? IPv4 അഡ്രസ് 32 ബിറ്റ് ആണ്. IPv4 അഡ്രസ് 32 ബിറ്റ് ആണ് എങ്കിൽ IPv6 ആണ് എന്ത്? 128 ബിറ്റ്. IPv6 ആണ് 128 ബിറ്റ്. IPv4 32 ബിറ്റ് ആണ്. IPv4 എന്ന് പറഞ്ഞാൽ 32 ബിറ്റ് ആണ്. 2009-ലാണ് വാട്സപ്പ് വന്നത്. ജാനും ബ്രയാനോട് ചേർന്നിട്ടാണ് വാട്സപ്പ് കണ്ടുപിടിച്ചത്. 2010-ലാണ് ഇൻസ്റ്റാഗ്രാം വന്നത്. കെവിനും മൈക്കും ചേർന്നാണ് ഇൻസ്റ്റാഗ്രാം കണ്ടുപിടിച്ചത്. ഇപ്പോഴത്തെ ട്വിറ്ററിന്റെ CEO ലിൻഡെ ആണ്. നേരത്തെ ആരായിരുന്നു? പരാഗ് അഗർവാൾ ആയിരുന്നു. ഓക്കെ ആണല്ലോ. IPv6 128 ബിറ്റ് ആണെന്നുണ്ടെങ്കിൽ IPv4 എത്ര ബിറ്റ് ആണ്? 32 ബിറ്റ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് വന്നിട്ടുണ്ട്. ഒരു കമ്പ്യൂട്ടർ ഇന്റർനെറ്റിലെ മറ്റ് കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്ത് വഴിയിട്ടാണ്? TCP/IP വഴിയിട്ടാണ്. ഓക്കെ, ഇനി ഇലക്ട്രോണിക് റെക്കോർഡ്സിനെ സംബന്ധിച്ച IT ആക്ടിലെ സെക്ഷൻ ഏതാണ്? ഇലക്ട്രോണിക് റെക്കോർഡ്സ് 3. ഓക്കെ, സെക്ഷൻ 3 ആണ് ഇലക്ട്രോണിക് റെക്കോർഡ്സ്. ഇലക്ട്രോണിക് ER എഴുതുവാണ്. ഇലക്ട്രോണിക് റെക്കോർഡ്സ്. ഇതിന്റെ ലീഗലൈസേഷനെ പറ്റി പറയുന്നത് എവിടെയാണ്? സെക്ഷൻ 4-ലാണ് ഇലക്ട്രോണിക് റെക്കോർഡ്സിന്റെ ലീഗലൈസേഷൻ. ഇനി 3-യുടെ A എന്തോ പറയുന്നേ? ഡിജിറ്റൽ സിഗ്നേച്ചറിനെ പറ്റിയാ പറയുന്നത്. ഡിജിറ്റൽ സിഗ്നേച്ചർ. ഈ ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ ഓതറൈസേഷനെ പറ്റി പറയുന്ന ഈ സെക്ഷൻ ആണ്. സെക്ഷൻ 5 ആണ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഓതറൈസേഷൻ. ഇത് ഓർത്ത് വെച്ചിരിക്കുക. ഇനി ശരിയായ ക്രമം ഏത്? അതായത് സൈസിനെ വെച്ചിട്ടുള്ള ക്രമമാണ് നോക്കുന്നത്. നോക്കിയേ, ഇതില് 1024 KB എന്ന് പറഞ്ഞാൽ 1 MB ആണ് അല്ലേ? അതെ. ഇനി 1024 MB എന്ന് പറഞ്ഞാൽ 1 GB ആണോ? അതെ. ഇനി 1024 GB എന്ന് പറഞ്ഞാൽ 1 TB ആണ്. അപ്പം ജസ്റ്റ് എഴുതുവാണ് KB MB GB TB. ഈ ഓപ്ഷൻ വെച്ചിട്ട് ജസ്റ്റ് എഴുതിയത് നമ്മളെ. ഓക്കെ ആണല്ലോ. ഇനി ഉയർന്ന തരത്തിലുള്ള ഭാഷകളിൽ എഴുതിയ പ്രോഗ്രാമുകൾ യന്ത്ര ഭാഷകളിലേക്ക് മാറ്റുന്നതിന് ഡാഷ് ഉപയോഗിക്കുന്നു. ഉയർന്ന തരത്തിലുള്ള ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ലെവൽ ലാംഗ്വേജ്. യന്ത്ര ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീൻ ലാംഗ്വേജ്. ഇതിപ്പം 3ാമത്തെ 4ാമത്തെ പട്ടം നമ്മൾ പറയുന്നത് അല്ലേ? അപ്പൊ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആരെയാണ്? ലാംഗ്വേജ് പ്രോസസർ. ഇവിടെ എടുത്ത് ചോദിച്ചിട്ടില്ല. പേര് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറയാം? കമ്പൈലറും ഇന്റർപ്രറ്ററും. ഓക്കെ, ജസ്റ്റ് ലാംഗ്വേജ് പ്രോസസർ എന്ന് കോമൺ ആയിട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ ലാംഗ്വേജ് പ്രോസസർ ആണ് അതിന്റെ ഉത്തരം. ഇനി വിവിധ തരത്തിലും പ്രോട്ടോകോളിലും പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളെ ബന്ധിപ്പിക്കാൻ ഡാഷ് ഉപയോഗിക്കുന്നു. ഞാൻ കുറച്ചുമേ പറഞ്ഞു. ഡിഫറെന്റ് പ്രോട്ടോകോൾ ആണോ, ഡിഫറെന്റ് നെറ്റ്വർക്ക് ആണോ? അതെന്താണ്? ഗേറ്റ് വേ ആണ്. ഡിഫറെന്റ് പ്രോട്ടോകോൾ എന്ന് കണ്ടതിന് പിന്നെ ഒന്നും നോക്കണ്ട, അത് ഗേറ്റ് വേ ആണ് ഉത്തരം. ഓക്കെ, ഗേറ്റ് വേ ഇതാണ് ഉത്തരം. വിവിധ തരത്തിലുള്ള പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്? ഗേറ്റ് വേ ആണ്. ഓക്കെ ആണല്ലോ. ഇനി DuckDuckGo എന്നത് എന്താണ്? കഴിഞ്ഞ ദിവസം വേറെ ക്ലാസ് ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. DuckDuckGo എന്നാൽ എന്താണ്? ഒരു സെർച്ച് എഞ്ചിൻ ആണ്. DuckDuckGo എന്ന് പറഞ്ഞാൽ സെർച്ച് എഞ്ചിൻ ആണ്. ഇനി നമ്മൾ സമ്മതമില്ലാതെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെയിൽ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് ഒരു ആർട്ടിക്കിൾ ജസ്റ്റ് വായിച്ച് അറിയാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ അവരവരുടെ അഡ്വർടൈസ്മെന്റ് മെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചുകൊണ്ടിരിക്കും. അതിന് എന്തെന്നാ പറയുന്നത്? സ്പാം എന്നാ പറയുന്നത്. ഓക്കെ, അതിപ്പം എക്സ്പ്ലെയിൻ ചെയ്ത് പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാം സ്പാം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഉപകരണമാണ്. ഈ കൂട്ടത്തിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണം? നിങ്ങൾ നോക്കിയേ. പ്രിന്റർ ആണോ, പ്ലോട്ടർ ആണോ, സ്കാനർ ആണോ, ബ്ലൂറേ DVD ആണോ? ഒബിയസ്ലി നമുക്ക് പറയാം സ്കാനർ ആണ് എന്ത്? ഒരു ഇൻപുട്ട് ഉപകരണം. നമ്മളൊരു ഇമേജിനെ സ്കാൻ ചെയ്തു. ആ സ്കാൻ ചെയ്ത ഇമേജിന്റെ ഫോർമാറ്റ്, അതിൽ ആ സ്കാൻ ചെയ്ത ഇമേജിന്റെ റെസൊല്യൂഷൻ നമ്മൾ എന്തിലാ പറയുന്നത്?
ഡോട്ട്സ് പെർ ഇഞ്ച് DPI-യിലാണ് പറയുന്നത്. സ്കാൻ ചെയ്ത ഇമേജിന്റെ റെസൊല്യൂഷൻ പറയുന്നത് ഡോട്ട്സ് പെർ ഇഞ്ചിലാണ്. ഇനി ഒരു ഇമേജ് നമ്മൾ സ്കാൻ ചെയ്തു, ആ സ്കാൻ ചെയ്ത ഇമേജിനകത്ത് പ്രിന്റഡ് ടെക്സ്റ്റ് ഉണ്ട്. ആ ടെക്സ്റ്റിനെ ഒറിജിനൽ ടെക്സ്റ്റ് ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? OCR എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. മലയാളം OCR ആണ് എന്ത്? അക്ഷര. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യുവാണ്. ഓക്കെ, ഇത്രേ ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ അനാലിസിസ്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള IT ക്വസ്റ്റ്യൻസ് നമ്മൾ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്ന ടെലഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഡെയിലി ക്യൂസിന്റെ ഭാഗമായിട്ട് മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ താങ്ക് യു.